മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ഓരോരുത്തരും അതിലെ ശാഖകളുമാണ്. തായ്തണ്ടിനോട് ചേർന്ന് ശാഖകൾ നിൽക്കുന്നില്ല എങ്കിൽ ശാഖകളില് ഫലങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരു മുന്തിരിവള്ളിയുടെ തായ്തണ്ടിനോട് ശാഖകൾ ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നമ്മൾ ഓരോരുത്തരും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ശാഖകളാകണം. ഈശോ ഈ തിരുവചന ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു മുന്തിരിച്ചെടി തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ ഈശോയോട് ചേർന്ന് നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, ഈശോ നമ്മിൽ വസിക്കണം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ എന്ന് ഈശോ പറയുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ഈശോ വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു അവബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം, ആ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഈശോയിൽ വസിക്കുന്നവരാകും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഈശോയുടെ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ വചനം ജീവിക്കുക എന്നുള്ളതാണ്. ഈശോ നൽകുന്ന പാഠങ്ങൾ തിരുവചനത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കണം. ആ വചനം നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. ആ വചനം ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈശോയിൽ വസിക്കുന്നവരായിട്ട് മാറുകയാണ്. അങ്ങനെ ഈശോയിൽ വസിക്കുന്നവരായിട്ട് മാറുമ്പോൾ മാത്രമേ നമ്മില് ഉയർച്ചയുടെയും വളർച്ചയുടെയും വിജയത്തിന്റെയും ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാ, നമ്മൾ ഉയരാനായിട്ട് ആഗ്രഹിക്കുന്നവരാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർച്ചയിലെത്താനായിട്ട് ആഗ്രഹിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വളർച്ചയും ഉയർച്ചയും വിജയവും ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കണം. ഈശോയിൽ വസിക്കണം. അങ്ങനെ ഈശോയിൽ വസിക്കണമെങ്കിൽ തിരുവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. തിരുവചനം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വീകരിച്ച് ആ വചനം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോ നമ്മെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നൽകും. നമ്മളപ്പോൾ ഈശോയിലുമായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയോടാകി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ വചനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ച് ആ വചനം ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ ഒരു ദിവസം ഈ ഒരു വചനം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. ഈ വചനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഈശോയാണ് തായ്തണ്ട്, ഞാൻ അതിന്റെ ശാഖയാണ്. ഞാൻ ഈശോയോട് ചേർന്ന് നിൽക്കണം. ഞാൻ ഈശോയിലാണ് ജീവിക്കേണ്ടത്. ഈശോയെ, ഞാനിന്ന് നിന്നിലായിരിക്കട്ടെ. ഈശോയെ, എന്റെ ഉള്ളിലേക്ക് വരണമേ. ഈ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഇന്നത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈ ദിവസത്തെ സകല കാര്യങ്ങളും അങ്ങിലാണ് ഞങ്ങൾ വസിക്കുന്നുള്ള ബോധ്യത്തോടുകൂടെ ചെയ്യുവാനായിട്ടുള്ള കൃപ നൽകണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാല് ഇവരെ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനത്തിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവരുടെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ ഇവരിൽ നിന്ന് വിട്ടുപോട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. ദുഷ്ടാത്മശക്തി ഇവരിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.